ഹായ്, ഷൈൻ കുമാർ, ബിസിനസ് കോച്ച്, മെൻറ്റർ, കൺസൾട്ടൻറ്റ്, കൺസൾട്ടിംഗ് കോച്ച്. ഞാൻ 30 വർഷമായിട്ട് സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിൻ്റെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു ഇൻ കോർപ്പറേറ്റ്സ് ആൻഡ് ഇൻ ഓണ്ടർപ്രണർഷിപ്പ്. ഇന്ന് വി ആർ ടോക്കിംഗ് അബൌട്ട് വൈ കൺസൾട്ടൻസി. എന്തിനാണ് കൺസൾട്ടൻസി ചെയ്യുന്നത്? പലരും ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്, ഇതുകൊണ്ട് എന്താണ് ബെനിഫിറ്റ് ഉള്ളത്? ഇതിൻ്റെ അകത്ത് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ബീയിങ് ആൻ എക്സ്പീരിയൻസ്ഡ് കൺസൾട്ടൻറ്റ്, എൻ്റെ 30 വർഷത്തെ സെയിൽസ് എക്സ്പീരിയൻസും ഓണ്ടർപ്രണറിയൽ എക്സ്പീരിയൻസും നിങ്ങൾക്ക് പകർന്നു തരികയും നിങ്ങളുടെ ഗ്രോത്ത് 10x പോകാനുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള എത്തിക്കലായിട്ടുള്ള വഴികൾ കണ്ടെത്തുകയാണ് കൺസൾട്ടൻസി എന്നുള്ള ഈ ഒരു പ്രസ്ഥാനത്തിൽ കൂടെ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. ബേസിക്കലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സെയിൽസ് വന്നു കഴിയുമ്പോഴാണ് ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും ഉഷാറാവുന്നത്, അല്ലെങ്കിൽ റവന്യൂ ക്രിയേറ്റ് ചെയ്യുന്നത്. അത് സെയിൽസ് എന്ന് പറഞ്ഞാൽ ഒരു സയൻസാണ്, ഇതൊരു ആർട്ടാണ്. നിങ്ങൾക്ക് അറിയാലോ, ഒരു ആർട്ട് എപ്പോഴാണത് ബെസ്റ്റ് ആവുന്നത്? ഒരു ആർട്ടെന്ന് പറഞ്ഞാൽ ഒരു കുച്ചിപ്പുടി, ഒരു നൃത്തം, അല്ലെങ്കിൽ ഒരു തബല വായന, അല്ലെങ്കിൽ ഒരു പുല്ലാങ്കുഴൽ വായന, അത് ഏറ്റവും ബെസ്റ്റാവുന്ന അവരുടെ പെർഫോമൻസിൽ കൂടിയാണ്. എത്ര പ്രാവശ്യം പെർഫോം ചെയ്യും, എത്ര സ്റ്റേജ് പെർഫോമൻസ് വരുമ്പോഴാണ് പ്രോബ്ലി അവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ സെയിൽസ് ഓൾവേസ് ഒബ്ജക്ഷൻ ഹാൻഡ്ലിങ് ആൻഡ് റിജക്ഷൻസ് ആണ്. അതായത് നമ്മുടെ ഓപ്പോസിറ്റിൽ നിന്ന് വർത്തമാനം പറയുന്ന ആൾക്കാരുടെ നീഡ് മനസ്സിലാക്കി അവരുടെ ഒബ്ജക്ഷൻസിന് സൊല്യൂഷൻ കൊടുക്കുകയും അവരുടെ റിജക്ഷൻസിന് പോസിറ്റീവായിട്ട് റിപ്ലൈ ചെയ്യുമ്പോഴാണ് സെയിൽസ് നടക്കുന്നത്. നിങ്ങളതിന് വിചാരിക്കുക ഏത് പ്രസൻറ്റേഷൻ കൊടുത്താലും അത് സെയിൽ ആവേണ്ടത്, ഒരിക്കലും ആവില്ല. അതിന് പാരിറ്റോ റൂൾ എന്നുള്ള റൂളാണ് ഫോളോ ചെയ്യുന്നത്. 80-20 എന്നുള്ളത്. അതായത് നിങ്ങൾ 100 കസ്റ്റമറെ കണ്ടാൽ 80 കസ്റ്റമറും നോ പറയും, 20 കസ്റ്റമർ മാത്രമാണ് നിങ്ങൾക്ക് എസ് പറയുള്ളൂ. അല്ലാതെ 80% എസ്സും 20% നോയും അല്ല, തിരിച്ചാണ്. മനസ്സിലായില്ല? എന്താ വെച്ചാൽ പലരുടെ നീഡ്സ് പലതാണ്, പലരുടെ പ്രൈസ് പോയിൻറ്റ്സ് പലതാണ്, പലരുടെയും റീഡിങ് പലതാണ്. സോ 80-20 ആണ് നോർമലി നോ ആൻഡ് എസിൻ്റെ ആൻസർ. ഇനി കൺസൾട്ടൻസി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ബേസിക് 2-3 കാര്യങ്ങളുണ്ട്, 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ കൺസൾട്ടൻസിയിൽ ചെയ്യുന്നത് വെച്ചാൽ ടീം ബിൽഡിംഗ് ആണ്. എന്നുവെച്ചാൽ സിംഗിൾ മാൻ കനോട്ട് ഡു എനിത്തിങ്. നോർമലി ഓണ്ടർപ്രണേഴ്സ് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ഒക്കെ വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു സെൽഫ് എംപ്ലോയ്മെൻ്റ് ആണ്, സ്വന്തം ജോലി ചെയ്യുന്ന പോലെയാണ് ചെയ്യുന്നത്. ഒരു ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ സെൽഫ് എംപ്ലോയ്മെൻ്റ് അല്ല, ഒരു ടീം മാനേജ്മെൻ്റ് ആണ്, ഒരു പീപ്പിൾ മാനേജ്മെൻ്റ് ആണ്, ഒരു സ്ട്രാറ്റജിക് മാനേജ്മെൻ്റ് ആണ്, ഫങ്ഷണൽ മാനേജ്മെൻറ്റ്. ഇതാണ് ഒരു ഓണ്ടർപ്രണർ വർക്ക് ചെയ്യേണ്ട സാധനം. ടീമിനെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും, ഓണ്ടർപ്രണർഷിപ്പിൻ്റെ അകത്തുള്ള 7 അല്ലെങ്കിൽ 8 ഡിപ്പാർട്ട്മെൻറ്റ് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും, പിന്നെ എന്താണ് സ്ട്രാറ്റജിക് ആയിട്ടുള്ള തീരുമാനങ്ങൾ ഹെൽപ്പ് ചെയ്യേണ്ടത്, ഇതാണ് ഒരു ഓണ്ടർപ്രണർ വർക്ക് ചെയ്യേണ്ടത്. നോർമലി ഓണ്ടർപ്രണർ വർക്ക് ചെയ്യേണ്ടത് എന്താ? എല്ലാ എൻഡും സെയിൽസ് ഞാൻ ചെയ്യും, ഓപ്പറേഷൻ ഞാൻ ചെയ്യും, അക്കൗണ്ട്സ് ഞാൻ ചെയ്യും, R&D ഞാൻ ചെയ്യും. അതിന് പറഞ്ഞ സെൽഫ് എംപ്ലോയ്മെൻ്റ് എന്നാണ്. നോർമലി ഓണ്ടർപ്രണേഴ്സ് ഈ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ട്രാപ്പിൽ നിന്നും പുറത്ത് വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർ ഞങ്ങളാണ് കൺസൾട്ടൻറ്റ്. അതിന് ഫസ്റ്റ് ഞങ്ങൾ ചെയ്യുന്നത് ടീം ബിൽഡിംഗ് ആണ്. ടീം ബിൽഡിംഗ് കഴിഞ്ഞാൽ അടുത്ത വർക്ക് ചെയ്യേണ്ടത് സിസ്റ്റംസ് ആൻഡ് പ്രോസസ്സാണ്. എന്ന് വെച്ചാൽ ഈ ടീമിന് എന്തൊക്കെ സിസ്റ്റംസ് ആൻഡ് പ്രോസസ്സ് വർക്ക് ചെയ്താൽ നമുക്ക് ഗ്രോത്തിലേക്ക് പോകും. പിന്നെ വർക്ക് ചെയ്യുന്ന സ്ട്രാറ്റജിയാണ്. ഇതിന് 3നും ഹെൽപ്പ് ചെയ്യേണ്ട 4 കാര്യങ്ങളാണ്. ഒന്ന്, യു ഷുഡ് ഹാവ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ്. പലരും എക്സ്പെൻസ് എന്നാണ് പറയുന്നത്, പക്ഷേ വി റെക്കമെൻഡ് ആസ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ലേണിംഗ്, ഓട്ടോമേഷൻ, മാർക്കറ്റിംഗ്, ഹയറിംഗ്. ഈ 4 ഡിപ്പാർട്ട്മെൻറ്റിലും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള മാനസികാവസ്ഥ ഉണ്ടെങ്കിൽ യു വിൽ ബിക്കം ആൻ ഓണ്ടർപ്രണർ. അല്ലെങ്കിൽ യു വിൽ ബി വർക്കിംഗ് ആസ് എ സെൽഫ് എംപ്ലോയ്മെൻറ്റ്. നിങ്ങളുടെ ഓണ്ടർപ്രണർഷിപ്പ് എന്നായിരിക്കും പേരൊക്കെ, പക്ഷേ അത് ഇവാലുവേറ്റ് ചെയ്താൽ കാണുന്ന സാധനം സെൽഫ് എംപ്ലോയ്മെൻറ്റ്. അന്നേരം ഇതിനെ ഞങ്ങൾ 7 ഡിപ്പാർട്ട്മെൻറ്റ്സ് ആക്കി മാറ്റും. സെയിൽസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻ, അക്കൗണ്ട്സ്, R&D, HR, മാനേജ്മെൻറ്റ്. 7 ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സെറ്റ് ചെയ്യും. എന്തൊക്കെ സെറ്റ് ചെയ്യും? ഗോൾസ് സെറ്റ് ചെയ്യും, അവരുടെ ആഗ്രഹങ്ങൾ, ആ മാനേജ്മെൻറ്റിൻ്റെ ആഗ്രഹം അല്ലെങ്കിൽ ഓണ്ടർപ്രണറിൻ്റെ ആഗ്രഹം എന്തെന്നുള്ള സെറ്റ് ചെയ്യും. പിന്നെ ഈ ഗോൾ അച്ചീവ് ചെയ്യാനുള്ള ട്രാക്ക് സെറ്റ് ചെയ്യും. പിന്നെ അച്ചീവ് ഗോൾ, അന്നേരം സെറ്റ് ഗോൾ, ട്രാക്ക് ഗോൾ, അച്ചീവ് ഗോൾ. ഇതാണ് ബേസിക് കൺസൾട്ടൻസി എന്ന് പറയുന്നത്. നോർമലി ഇതിൻ്റെ അകത്ത് പിന്നെ ഒരുപാട് കാര്യങ്ങൾ നോക്കും. സെയിൽസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ബൈഫിക്കേഷൻ വരും, മാർക്കറ്റിങ്ങിൽ ബൈഫിക്കേഷൻസ് വരും, പിന്നെ ഓപ്പറേഷൻസിൽ ബൈഫിക്കേഷൻസ് വരും. ഇങ്ങനെ ഇതിൻ്റെ ഒരു യാത്രയിൽ കൂടിയാണ് ഒരു ഓണ്ടർപ്രണർ ആഗ്രഹിക്കുന്ന ഒരു ഡ്രീം അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. അന്നേരം ഈ ഡ്രീം അച്ചീവിപ്പിക്കലാണ് ഞങ്ങൾ ആസ് എ കൺസൾട്ടൻറ്റ് ചെയ്യുന്നത്. അന്നേരം ഇൻ കേസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ് സെറ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ ഗോൾ സെറ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ ട്രാക്കർ സെറ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ ടാർഗറ്റ് സെറ്റ് ചെയ്യാനോ ഒക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ 2 രീതിയിലാണ് ഗോൾ സെറ്റ് ചെയ്യുന്നത്. ഒന്ന് ഷോർട്ട് ടൈം ഗോളും, ഒന്ന് ലോങ് ടൈം ഗോൾ. ലോങ് ടൈം ഗോളിന് വിഷൻ എന്ന് പറയും, ഈ കമ്പനിയുടെ വിഷൻ എന്നാണ് പറയും. പക്ഷേ വിഷൻ ഈസ് ഓൾവേസ് 5 to 10 years. ബട്ട് ഷോർട്ട് ടൈം ഗോൾ 1 year to 2 year to 3 year ആണ്. അത് ഇമ്മീഡിയറ്റ്ലി നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. വിഷൻ വലിയതായിരിക്കും, 10,000 കോടിയുടെ കമ്പനി, 5,000 കോടിയുടെ കമ്പനി,
അല്ലെങ്കിൽ 20,000 കോടിയുടെ കമ്പനി എന്നുള്ളതായിരിക്കും, അല്ലെങ്കിൽ 10 പ്രോഡക്ട്സ് 100 പ്രോഡക്ട്സ് എന്നുള്ള. ഇമ്മീഡിയറ്റ്ലി നമ്മൾക്ക് ഇതിലേക്കുള്ള സ്റ്റെപ്സ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ എനി ഓർഗനൈസേഷൻ നീഡ് ഇൻ ടേംസ് ഓഫ് സെറ്റിംഗ് അപ്പ് ദിയർ ഓർഗനൈസേഷൻ, setting up their departments, setting up their goals, or tracking their goals, or achieving their goals, Consultico is ready to get it done. ഈ കൺസൾട്ടൻസിയെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് പഠിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു വേ ഓഫ് വർക്കിംഗ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വി വർക്ക് ഓൺ പാറ്റേൺസ് ആൻഡ് ഇൻഫ്ലുവൻസ്. സോ ദിസ് ഈസ് കംപ്ലീറ്റ്ലി ഡേറ്റ ഡ്രിവൺ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നോർമലി ഒരുപാട് കൺസൾട്ടൻസി മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അവർ പർട്ടിക്കുലാരിറ്റി അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഡേറ്റ ഡ്രിവൺ ആണ്. സോ എക്സാക്ട്ലി ഹാവിങ് കണക്കുകളുണ്ടാവും, മനസ്സിലായില്ലേ? അത് പ്രെഡിക്റ്റബിൾ ആണ്. അതായത് നമ്മൾ ഇൻഡ്യൂഷനിലല്ല വർക്ക് ചെയ്യണം. അതായത് ഈ മാസം ഇപ്പോൾ ഏപ്രിലാണ്, ഏപ്രിൽ 30 എന്തായിരിക്കും സെയിൽസ് എന്ന് ചോദിച്ചാൽ നമ്മളൊരു ഐഡിയ ഇല്ലാതല്ല പറഞ്ഞത്. സെയിൽസ് ഒരു ഏകദേശം എത്ര കിട്ടും, അത് വോളിയത്തിലായാലും വാല്യൂവിലായാലും പ്രോഡക്റ്റിലായാലും സെഗ്മെൻറ്റിലായാലും ഒക്കെ ഡീറ്റെയിൽസ് ഉണ്ടാവും. അതിൻ്റെ വേരിയേഷൻ എന്ന് പറഞ്ഞത് 2 to 3% ഉള്ളൂ. പ്രോബബ്ലി വിത്ത് ദി നാച്ചുറൽ കലാമിറ്റീസ്, പിന്നെ എലക്ഷൻ, അങ്ങനെയുള്ള ബിയോണ്ട് ദി കൺട്രോൾ, വിത്തിൻ ദി കൺട്രോളുള്ള ആ ഓർഗനൈസേഷൻ്റെ വിത്തിൻ ദി കൺട്രോളിലുള്ള കാൽക്കുലേഷൻസ് വെച്ചിട്ട് ഡെഫിനറ്റ്ലി വി ക്യാൻ പ്രൊഡിക്റ്റ്. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ വൺസ് വി ഗെറ്റ് എ കൺസൾട്ടൻസി, ഇത് നാളെ രാവിലെ ആവില്ല. ദിസ് ഈസ് എ 1 year പ്രോസസ്സ്. ഒരു 12 മാസത്തെ പ്രോസസ്സാണ്. നമ്മളൊരു കല്യാണം കഴിഞ്ഞൊരു കുഞ്ഞുണ്ടാവുന്നതിന് 10 മാസം വേണമെന്ന് പറഞ്ഞ പോലെ ഈ ഒരു കുഞ്ഞിനെ ജനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നോർമലി ആസ് എ കൺസൾട്ടൻറ്റ് നീഡ് മിനിമം 10 months to 12 months. എന്താ വെച്ചാൽ ഇത് ഇവോൾവ് ചെയ്ത് കൺസീവ് ചെയ്ത് മെച്യൂർ ചെയ്ത് ഡെലിവറി ആവണമെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ദി ടൈം ലാഗ്. അല്ലാതെ ഓവർനൈറ്റ് ഒരു ഓർഗനൈസേഷനെ മാറ്റാൻ പറ്റില്ല. വൈ? ബിക്കോസ് ദി എംപ്ലോയീസ് വർക്ക് ഓൺ കംഫോർട്ട് സോൺ. കംഫോർട്ട് സോൺ എന്നുള്ള ഇതിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ കംഫോർട്ട് സോണിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന വലിയൊരു ഗ്രോത്ത് സോണാണ്. പക്ഷേ ഈ കംഫോർട്ട് സോണും ഗ്രോത്ത് സോണിൻ്റെ ഇടയ്ക്ക് 2 സോണും കൂടി ഉണ്ട്. ഒന്നെന്നുള്ള ഫിയർ സോണാണ്. ഈ കംഫോർട്ട് സോണിൽ നിൽക്കുന്ന എംപ്ലോയീസിനെ നമ്മൾ ഗ്രോത്ത് കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് ഫസ്റ്റ് പേടിയാണ്. ഇത് നടക്കുമോ, ചെയ്യുമോ, ഇത്ര നാളായിട്ട് നടക്കാത്ത കാര്യം ഇവരൊന്ന് പറയുന്നുണ്ട്, ഇത് എന്നെയും കൂടെ ഇവാലുവേറ്റ് ചെയ്യണോ, എൻ്റെ പണി കളയാനാണ്. സോ ദർ വിൽ ബി ഓൾവേസ് എ ഫിയർ. അന്നേരം ഈ ഫിയർ മാറ്റണമെങ്കിൽ ഐഡിയലി യു നീഡ് 90 to 100 days ടൈം. എന്ന് വെച്ചാൽ ഫസ്റ്റ് ഫിയർ മാറിയില്ലെങ്കിൽ ദേ വിൽ ഹാവ് എ കോംപ്ലസൻസ് ആൻഡ് ദേ വിൽ ബി വർക്കിംഗ് എ സൈലോസ്, സെപ്പറേറ്റ് ടീംസ് ആയിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് എ ഫസ്റ്റ് ചലഞ്ച്. സെക്കൻഡ് ഈസ് ലേണിംഗ് സോൺ എന്നാണ് പറഞ്ഞത്. ഇവരെല്ലാവരും പഠിക്കണം. ഓൺടർപ്രണറും പഠിക്കണം, ഇവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസും പഠിക്കണം. വെച്ചാൽ ഈ ചേഞ്ചസ് വരുത്താനായിട്ട് ഫിയർ സോൺ കഴിഞ്ഞാൽ അടുത്ത ലേണിംഗ് സോൺ വന്നാൽ ഇതിന് ശേഷമാണ് ഗ്രോത്ത് സോൺ. സോ എവറി സോൺ റിക്വയർഡ് മിനിമം 3 to 4 months ടൈം. എന്താ വെച്ചാൽ ട്രാൻസിഷൻ നീഡ് ടൈം. ഇത് ഓബ്വിയസ്ലി ഈ ചേഞ്ചും ട്രാൻസ്ഫോർമേഷനും തമ്മിലുള്ള ഇതറിയാമല്ലോ. ചേഞ്ച് എന്ന് പറഞ്ഞാൽ തിരിച്ചു വരും. അതിൻ്റെ റബ്ബർ ബാൻഡ് എന്ന് പറഞ്ഞ ചേഞ്ചാണ്. റബ്ബർ ബാൻഡ് വലിച്ചു കഴിയുമ്പോഴത്തേനും നീണ്ടു, വിട്ട് കഴിയുമ്പോഴത്തേനും തിരിച്ചു വരുന്നുണ്ട്. അതിന് ചേഞ്ച് എന്നാണ് പറഞ്ഞത്. പക്ഷേ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞത് ഒരു ബട്ടർഫ്ലൈ ടു ഒരു കാറ്റർപില്ലർ ടു ബട്ടർഫ്ലൈ. ഒരു പുഴുവിൽ നിന്നും ബട്ടർഫ്ലൈ ഉണ്ടാകും. ബട്ടർഫ്ലൈക്ക് ഒരിക്കലും കാറ്റർപില്ലറായിട്ട് തിരിച്ചു വരാൻ പറ്റില്ല. ഇതിനെയാണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞത്. അന്നേരം കൺസൾട്ടൻസിക്കകത്ത് വി ആർ ഡൂയിങ് എ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദി ഓർഗനൈസേഷൻ ആൻഡ് ദാറ്റ് കനോട്ട് ബി ഡൺ ഓവർനൈറ്റ്. സോ ഓബ്വിയസ്ലി consultancy, if you are willing to work, need to give time of 10 to 12 months time. So thank you. Anybody need help in terms of consultancy, please get in touch with us. We are offering ഒരു പുതിയ സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, 100 crore ക്ലബ്ബ് എന്നുള്ള രീതിയിൽ. അതായത് നിങ്ങൾ ഓണ്ടർപ്രണേഴ്സിൻ്റെ ഡ്രീമുണ്ട്, ഒരു 100 crore ക്ലബ്ബിൽ പോകാൻ താല്പര്യമുണ്ട്. അത് നമുക്ക് അടുത്തൊരു 3 വർഷം കൊണ്ട് എത്താൻ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആണെങ്കിൽ we will work together, we will study together, we will make sure that you will be part of that 1% club. ആൻഡ് ഇതിൽ നമ്മൾ എല്ലാ ഓണ്ടർപ്രണേഴ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. ഞങ്ങൾക്കും റെസ്ട്രിക്ഷൻസ് ഉണ്ട്. വി ഹാവ് എ ടീം സൈസ് ഓഫ് ലിമിറ്റഡ് ടീം മെമ്പേഴ്സ്. സോ ഞങ്ങൾക്ക് മാക്സിമം എടുക്കാൻ പറ്റുന്നത് 25 ആണ്. ബട്ട് ദാറ്റ് ത്രൂ എ സ്ക്രൂട്ടിനറി. അന്നേരം വി വിൽ യു ക്യാൻ DM us directly, you can message us the details about the company, the numbers and the P&L copies. Then we will evaluate, we will have a one-on-one interview, and if you qualify for the 1% club, definitely we will support you in terms of achieving your goal. അതെങ്ങനെയാണ് ഡീറ്റെയിൽസ് എന്നുള്ളത് പറയാം. അന്നേരം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ 100 കോടി ക്ലബിലേക്ക് പോകാൻ, നിങ്ങളുടെ ഓർഗനൈസേഷൻ പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. വിൽ ഗെറ്റ് ഇൻ ടച്ച്, ഓർ യു ക്യാൻ ഗെറ്റ് ഇൻ ടച്ച് വിത്ത് us. We will help you to achieve your dream of 100 crores and be part of 1% club. Thank you. Great day. Bye-bye.